ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണേ. കുറെ നാളിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. ഇന്ന് ഷഹാബിന്റെ കാർഡ് റിന്യൂ ചെയ്യാനുള്ള ദിവസമാണ്. അവന്റെ ഇവിടുത്തെ റെസിഡൻസ് കാർഡ് എക്സ്പയറി ആയി. അപ്പൊ ഇന്നത് റിന്യൂ ചെയ്യണം. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഒറയം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അവിടെയാണ് ഇന്ന് അവന് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോ വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം പോർച്ചുഗൽ. We don't know the shortest way to fill the glass form. On the outside the same on this dance floor. Only one of us is from the jungle. Malayale, Malayale from Portugal. Give me Malayale, Malayale from Portugal. Give me the. ഇന്ന് നല്ല മഴയും ഫോഗും എല്ലാം കൂടിയുള്ളൊരു അന്തരീക്ഷമുള്ള ദിവസമാണ് കേട്ടോ. നല്ല ഫോഗുള്ളൊരു ദിവസമായിട്ടോ. രാവിലെ തന്നെ ചെറിയതായിട്ട് മഴ പെയ്ത് അത് കഴിഞ്ഞതാ മൊത്തത്തിൽ ഫോഗ് ഇറങ്ങിയേക്കും കേട്ടോ. റോഡ് ഫുള്ള് ഇപ്പൊ മൂടിക്കിടക്കുവാണേ, ഒന്നും കാണാൻ വയ്യ. അപ്പോയിന്റ്മെന്റ് 10 മണിക്കാണ് കേട്ടോ. ഒറയമെന്ന സ്ഥലം കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. മഴയും ഫോഗും എല്ലാം കൂടി ചേർന്നൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ യാത്ര കുറച്ച് ബോറിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ പോർച്ചുഗലിലുള്ള പുതിയൊരു സ്ഥലം കാണാമല്ലോ എന്നൊരു എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നേ. പോകുന്ന വഴിയിലുള്ള ടോളാണ് ഇത്. ഹൈവേയിൽ കൂടി യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ പേ ചെയ്യണം, എന്നാലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. പിന്നെ യാത്ര എപ്പോഴും സുഗമമാവാനും ഇതാണല്ലോ നല്ലത്. ഇതൊരു ചെറിയ ഷോപ്പാണ്. ഇവിടെ പെട്രോൾ പമ്പും എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ ഷോപ്പ്. അപ്പൊ ഇവിടുന്ന് ഒന്ന് വാഷ്റൂമിൽ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ഇതൊരു ചെറിയ ഷോപ്പായിരുന്നെങ്കിലും ഒരു മനുഷ്യന് ആവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കയറി ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ വാഷ്റൂമിലൊക്കെ പോയിട്ട് വീണ്ടും യാത്ര തുടർന്നു. നല്ല അടിപൊളി തണുപ്പാണ്. വീണ്ടും വണ്ടി കയറി നേരെ നമുക്ക് ഐമയിലോട്ട് പോവാം. ഇപ്പൊ ഞങ്ങൾ ഊട്ടിയിലെത്തിയ പോലെ ഉണ്ട് ഗൈസ്. അതുപോലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഫുൾ 2 സൈഡ് പൈൻ മരങ്ങളും കോടയും ഒരു അടിപൊളി ഫീല്. അധികം ആൾതാമസമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഏരിയയിൽ കൂടിയാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും മരങ്ങൾ മാത്രമേ ഉള്ളൂ, വീടുകളൊന്നുമില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. ഇതാ നോക്ക് ഗൈസ്, നമ്മുടെ നാട്ടിലെ മൂന്നാർ, ഊട്ടി ഒക്കെ പോലെ തോന്നുന്നില്ലേ? ഇവിടെയുള്ള ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഒറേമിൽ എത്തിയേക്കുവാണേ. ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കണം ഐമയിലോട്ട്. അങ്ങോട്ട് പോവാം. അങ്ങനെ ഞങ്ങള് കാർ ഇതാ ഇവിടെ പാർക്ക് ചെയ്ത് ഇനി ഐമയുടെ ഓഫീസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. മാപ്പിൽ നോക്കിയപ്പോൾ ഈ റൗണ്ടിൽ എവിടെയോ ആണെന്നാണ് കാണിക്കുന്നത്. അതാണ്ട് അവിടെ കുട്ടികളുടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കുട്ടികൾ നിൽക്കുന്ന സ്ഥലത്തെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലായിരുന്നേ ഐമയുടെ ഓഫീസ്. ഒരു ചെറിയ ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ പേപ്പർ മാത്രമാണ് അവർ ചോദിച്ചത് മെട്രിക്കില്. നേരത്തെ ബുദ്ധിപരമായിട്ട് നീങ്ങിയോണ്ട് കാര്യം നടന്നു. അപ്പൊ ഐമയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഐമയിലെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ ഞങ്ങള് ഇറങ്ങി. ഇനി നേരെ ഞങ്ങള് ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് കേട്ടോ. ഫാത്തിമ പള്ളി എന്ന് പറയും. ഒരുപാട് തീർത്ഥാടകരൊക്കെ ചെല്ലുന്ന ഒരു പള്ളിയാണേ. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാ. അപ്പം അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. എന്തായാലും ഇപ്പൊ ഒരുപാട് സമയമുണ്ട്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. ഇത് ഇവിടുത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ഇതുവരെ എടുത്ത് മാറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങള് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവാണേ. ഈ യാത്രയിൽ ശരിക്കും നമ്മുടെ നാട്ടിലെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ ഹൈ റേഞ്ചിൽ കൂടി യാത്ര ചെയ്യുമ്പോഴുള്ള അതേ ഒരു ഫീൽ. പിന്നെ ഹൈവേയിൽ കൂടി യാത്ര ചെയ്തപ്പോൾ കുറച്ച് ബോറിംഗ് ആയിരുന്നെങ്കിലും ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ. ഇപ്പൊ നല്ലൊരു ഗുഡ് ഫീല് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ ഫാത്തിമ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ടിനി നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല അടിപൊളി തണുപ്പ് ഗൈസ്. എന്റെ മൂക്ക് കണ്ടോ, റെഡ് കളർ ഇരിക്കുന്ന.
ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഇടയക്കുട്ടികൾ എന്ന് പറയും. അങ്ങനത്തെ ഇടയക്കുട്ടികൾക്ക് നമ്മുടെ മറിയമില്ലേ, മറിയം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അങ്ങനെ ആ 3 കുട്ടികളുടെ കല്ലറയും പിന്നെ പ്രത്യക്ഷപ്പെട്ട സ്ഥലവും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സൂര്യൻ ദാ ഇങ്ങനെ വരുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ അറ്റ്മോസ്ഫിയർ വളരെ ശാന്തത നിറഞ്ഞതായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേ അവിടെ പ്രാർത്ഥനയുടെ സമയമായിരുന്നു. ആളുകളെല്ലാം പ്രാർത്ഥനയിലേക്ക് പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ വൈബ്. ഇനി നമുക്ക് ഈ ചർച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമേ. പോർച്ചുഗലിലെ ഫാത്തിമ എന്ന ചെറിയ പട്ടണത്തിലാണ് ഈ മനോഹരമായ തീർത്ഥാടന കേന്ദ്രം ഉള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും ഇവിടെ എത്തുന്നു. 1917 3 ചെറിയ ഇടയക്കുട്ടികൾക്ക് മദർ മേരി ദർശനം ലഭിച്ചു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷമാണ് ഈ സ്ഥലം ലോക പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയത്. ഇവിടെ എത്തിയാൽ ആദ്യം തന്നെ നമ്മൾ ഫീൽ ചെയ്യുന്നത് ഒരു പ്രത്യേക പീസാണ്. ഞങ്ങൾ ആദ്യം പോയത് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദ റോസറിയിലേക്കാണ്. അകത്ത് കയറിയപ്പോൾ തന്നെ പറയാൻ വാക്കുകളില്ല. ഇവിടുത്തെ ആർക്കിടെക്ചർ, സൈലൻസ്, ലൈറ്റ് എല്ലാം ചേർന്ന് ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരു നല്ല ഫീലാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ മൈൻഡ് ഫുൾ റിലാക്സ് ആകും. ഫുൾ പോസിറ്റീവ് ഫീൽ. ഈ ബസിലിക്ക നിർമ്മിച്ചത് 1919 മദർ മേരി 1917 ദർശനം നൽകിയതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ബസിലിക്ക പണിതത്. ഈ ചർച്ച് നോക്കിയാൽ ആദ്യം തന്നെ ശ്രദ്ധ പിടിക്കുന്നത് അതിന്റെ വൈറ്റ് കളർ ആർക്കിടെക്ചർ ആണ്. വളരെ സിമ്പിൾ, പക്ഷേ അതേസമയം മജസ്റ്റിക്. നമ്മൾ ആദ്യം വന്നപ്പോഴേ കണ്ടില്ലേ ഫ്രണ്ടിലുള്ള ടാൾബെൽ ടവർ? അത് ദൂരത്ത് നിന്ന് തന്നെ കാണാൻ കഴിയും. അതൊരു ലാൻഡ്മാർക്ക് പോലെയാണ്. ഈ ബസിലിക്ക അകത്ത് കയറിയാൽ ഒരു കംപ്ലീറ്റ് സൈലൻസ് ആണ് വെൽക്കം ചെയ്യുന്നത്. അകത്ത് സംസാരിക്കുന്ന ശബ്ദം പോലും നമ്മൾ കുറയ്ക്കും. വളരെ ഉയരമുള്ള മേൽക്കൂരയും നീളമുള്ള നടുവഴിയും മുന്നിൽ മനോഹരമായ ബലിപീഠവും കാണാം. എല്ലാം പ്രയറിനു വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അത്രയും പവിത്രമായ അന്തരീക്ഷം. ഈ ബസിലിക്കയിലെ ഏറ്റവും പ്രത്യേകമായ കാര്യം 3 ഇടയക്കുട്ടികളുടെ കല്ലറകളാണ്. സെയിന്റ് ഫ്രാൻസിസ്കോ മാർട്ടോ, സെയിന്റ് ജസീന്ത മാർട്ടോ, സിസ്റ്റർ ലൂസിയ. മദർ മേരി ദർശനം ലഭിച്ച കുട്ടികളാണിവർ. അവരുടെ കല്ലറകൾ പ്രാർത്ഥനാ ബലിപീഠത്തിന് അടുത്തായിട്ടാണ് ഉള്ളത്. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിന്റെ നടുവിലാന്നൊരു ഫീൽ വരും. ബലിപീഠത്തിന്റെ പിന്നിലായി ഫാത്തിമ മാതാവിന്റെ പൊൻനിറത്തിലുള്ള രൂപം കാണാം. വളരെ ശാന്തമായ മുഖഭാവം. ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സ് സ്വയം ശാന്തമാകുന്ന പോലെ. ഈ ബസിലിക്കയുടെ ചുവരുകളിൽ റോസറി പ്രാർത്ഥനകളെ കാണിക്കുന്ന ചിത്രങ്ങളുണ്ട്. ഇത് വെറും ചിത്രങ്ങളല്ല, റോസറി പ്രാർത്ഥനയെ കൺമുന്നിൽ ജീവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. മറിയത്തിന് ദൂതൻ സന്ദേശം നൽകുന്ന ദൃശ്യം, യേശുവിന്റെ ജനനം, കഷ്ടപ്പാടുകൾ, കുരിശ്, അവസാനം ഉയർത്തെഴുന്നേപ്പ് വരെ. ബസിലിക്കയുടെ ഈ ചുവരുകൾ നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്. സന്തോഷവും ദുഃഖവും പ്രത്യാശയും എല്ലാം ചേർന്നതാണ് വിശ്വാസ ജീവിതമെന്ന്. ചർച്ചിന്റെ പുറത്തേക്ക് വന്നാൽ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ വലിയ ഓപ്പൺ സ്പേസ് ആണ്. നല്ല വിശാലതയുണ്ട്. ചുറ്റും ആളുകൾ നിശബ്ദമായി നടക്കുന്നത് കാണാം. ചിലർ പ്രാർത്ഥിക്കുന്നു, ചിലർ ഒറ്റയ്ക്കിരിക്കുന്നു. ഈ വലിയ ഗ്രൗണ്ട് ഫാത്തിമയിലെ ഏറ്റവും വിശുദ്ധമായ ഇടങ്ങളിൽ ഒന്നുകൂടിയാണ്. വലിയ പെരുന്നാൾ ദിവസങ്ങളിലും പ്രത്യേക പ്രാർത്ഥനാ ദിവസങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഒരുമിച്ച് ചേരുന്നു. ചിലർ മുട്ടുകുത്തി, ചിലർ ബെയർഫൂട്ടായി റോസറി ജപിച്ച് വളരെ സാവധാനം ഈ ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്നത് കാണാം. ചർച്ചിന്റെ ചുറ്റും ചെറിയ ചാപ്പയിലുണ്ട്.
മദർ മേരിയുടെ സ്റ്റാച്യുകൾക്ക് മുന്നിൽ മെഴുകുതിരി തെളിയിച്ച് മനസ്സിലുള്ളത് പറയുന്ന ആളുകളെ കാണാം. ഇവിടെ നടക്കുമ്പോൾ പല ഭാഷകളും കേൾക്കാം, പക്ഷേ പ്രാർത്ഥനയെല്ലാം ഒന്ന് തന്നെയാണല്ലോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് വിട പറയുകയാണേ. അവിടെ എന്തോ പ്രാർത്ഥനയും പിന്നെ നേർച്ചയുടെ കാര്യമൊക്കെ അവരിങ്ങനെ മൈക്കിൽ കൂടി വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. മൈൻഡൊക്കെ നല്ല റിലാക്സ് ആയി, ഒരു ഫ്രഷ് ആയ പോലെ തോന്നേ, ഒരു പോസിറ്റീവ് ഫീലാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് നേരെ മാഗ്ഡിയിലോട്ടായിരുന്നു കേട്ടോ. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. പിന്നെ മാഗ്ഡിയിൽ പോയി ഓരോ ബർഗറൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. പോകുന്ന വഴിയിൽ ഷഹാം പറഞ്ഞ് അവൻ അവന്റെ പഴയ സ്കൂളിലൊന്ന് പോകണമെന്ന്. കാരണം ഇന്ന് എന്തായാലും അവൻ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അപ്പം ഇനി കുറെ സമയം ബാലൻസ് ഉണ്ടല്ലോ. അപ്പൊ അവന് അവന്റെ പഴയ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണണം, പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ട് അവരുമായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവനെ നേരെ സ്കൂളിലേക്ക് ആക്കി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കോണ്ടിനെന്റിലോട്ടാണേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, കോണ്ടിനെന്റ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. പിന്നെ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ പിന്നെ ഷഹാമിനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോയേ. എല്ലാരും എന്ത് പറഞ്ഞു സ്കൂളില്? അങ്ങനൊന്നും പറഞ്ഞില്ലേ? അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായേ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്, നല്ലതുപോലെ ടയേർഡായേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പോർച്ചുഗലിലെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.